നമസ്കാരം. ഇന്ന് നമ്മുടെ 195-ാമത്തെ എപ്പിസോഡാണ്. ഞാൻ കുറേ നാളായി ഒരു എപ്പിസോഡ് ചെയ്തിട്ട്. കാരണം നമ്മുടെ പദ്ധതികളൊക്കെ രഹസ്യമായിട്ട് വെക്കണമെന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പദ്ധതികളൊക്കെ രഹസ്യമായിട്ട് വെക്കുന്നത്. അത് ശ്രദ്ധിക്കുന്ന പലരുമുണ്ട്. അതിൻ്റെ അടുത്തടുപ്പിച്ച് നീങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സബ്ജക്റ്റ് തോന്നി, അത് കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഭാവി പ്രവചിക്കട്ടെ. ഇത് കാണുന്ന ഒരാളുടെ ഭാവി ഞാൻ പ്രവചിക്കുകയാണ്. കാരണം കൃത്യമായിട്ട്, അതായത് ജ്യോത്സ്യം പോലെ തന്നെ. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്. അതാരായാലും പൊതുവേ ഉള്ള ഇതാണ്. കാരണം അവർക്ക് മിഥുനൻ രാശി എന്നും പറഞ്ഞൊരു സംഭവം അവർക്ക് വന്നിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി മുതൽ നല്ല കാലമാണ്. കാരണം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിക്തമായ അനുഭവങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നെഗറ്റീവ് വശങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ സക്സസ്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവരെല്ലാം നന്ദികേട് കാണിക്കുകയും കുറച്ച് പേര് മാത്രമേ നന്ദി കാണിച്ചിട്ടുള്ളൂ. ചില സമയങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നോർത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമൂഹത്തിലുമൊക്കെ പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒത്തിരി നെഗറ്റീവ് വന്നിട്ടുണ്ട്. പണം ഇല്ലായ്മ മാത്രമാണ് അതിൻ്റെ പല കുടുംബത്തിലും നാട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ. പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കൾ രഹസ്യമായിട്ട് നിങ്ങളെ കുറ്റം പറയുന്നത് കേട്ട് നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്. ഉള്ളാൽ പുറമേ നിങ്ങൾ ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ കാണിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളു മൊത്തം നേറുകയാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്നുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് നിങ്ങൾ രഹസ്യമായിട്ട് വെക്കുക. അത്യാവശ്യം 1-2 പേരോടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില സമയങ്ങളിൽ ഒരുപാട് സാമ്പത്തിക അവസ്ഥ വന്നിരുന്നു. നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ദോഷങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ വെറുതെ വാരിക്കോരിയും നിങ്ങൾ സഹായ മെൻറ്റാലിറ്റിയോട് കൂടി ഒത്തിരി പേർക്ക് സഹായവും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പണം സമ്പാദിക്കാൻ അറിയാം, പക്ഷേ പണം എങ്ങനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നറിയാൻ മേലാത്ത അവസ്ഥയുണ്ട്. ചില സമയത്ത് സമ്പാദിച്ച് വെച്ചത് ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും എന്നൊക്കെ ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് പറയുന്നത്. നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലറിയാം നിങ്ങൾ ചെയ്തത് ശരിയാണ്. അതുകൊണ്ട് ആരുടെയും ബോധിപ്പിക്കേണ്ടതെന്ന് ചില സമയങ്ങളിൽ തീരുമാനമെടുക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിനെയും വകവെക്കാത്ത രീതിയിലൊക്കെ പോകുന്നെങ്കിലും ചില സമയങ്ങളിൽ അടക്കാനാകാത്ത വിഷമങ്ങളും ദേഷ്യങ്ങളും എല്ലാം നിങ്ങൾ ഉള്ളിൽ ഒതുക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് നിങ്ങൾ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കും. അത് നിങ്ങളെ തെറ്റായിട്ട് മറ്റുള്ളവർ കണക്കിലെടുക്കും. ആ ഒരു നിമിഷത്തേത് നിങ്ങൾ 99 ശരി ചെയ്താലും 1% തെറ്റിനെ അവർ പൊക്കി പിടിച്ചുകൊണ്ട് വരും. ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിലൊക്കെ നിങ്ങൾ നല്ല കുട്ടിയായിട്ടും ചീത്ത കുട്ടിയായിട്ടും നിങ്ങൾ വന്നിരുന്നു. പക്ഷേ നിങ്ങൾ ആ തെറ്റുകൾ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു തെറ്റ് ജീവിതത്തിൽ ചെയ്യുന്നതിനെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളുടെ ബാക്കി എല്ലാ ശരികളെയും അവർ ആ തെറ്റിൻ്റെ അടിയിൽ മറച്ചു വെക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള നിങ്ങളുടെ ഇത്. പിന്നെ നിങ്ങൾ ഇപ്പം നിലവിൽ നിങ്ങളൊരു സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രായം എനിക്ക് കൃത്യമായിട്ടറിയാം, പക്ഷേ ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോവുകയാണ്. അതിന് നിങ്ങൾ ഒരു ചെറിയൊരു മുൻകരുതൽ പോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങളൊരു മനസ്സർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ഇതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊരു സംഭവമുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾക്കും
നിങ്ങളെ വെറുക്കുന്നവർക്കും നിങ്ങളുടെ പണമില്ലയെന്ന് പറയുന്നവർക്കെല്ലാം നിങ്ങൾ ശരിയാണെന്ന് ഉള്ളിൻ്റെ ഉള്ളാലേ അറിയാം. പക്ഷേ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ ഈ ലോകത്ത് മനുഷ്യ സഹജമാണ് തെറ്റുകൾ. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഭാവി നല്ല രീതിയിലാണ് പോകുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഒന്നാം ഭാഗമാണ്. ഇത് ഏകദേശം 90% ആളുകൾക്കും ശരിക്കും ശരിയാണെന്ന് തോന്നും, ഇത് കേൾക്കുന്ന ആരായാലും. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞതല്ല ഈ ജ്യോത്സ്യന്മാരും ഈ കൈനോട്ടക്കാരും എല്ലാം പറഞ്ഞ് നിങ്ങളുടെ നിന്ന് പണങ്ങൾ പിടുങ്ങുന്നതൊക്കെ. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു പൂജാരിക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അവൻ്റെ മകൻ കാനഡയ്ക്ക് പോകും, അവൻ്റെ മകൾ അവിടെ പോകും. ലക്ഷങ്ങൾ അയാൾ വെട്ടിക്കുകയാണ്. അയാൾ ചെയ്യുന്ന പൂജകൾക്ക് ലക്ഷങ്ങളാകും. അത് കയ്യിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു 1,00,000 രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം തട്ടിപ്പാണ്. ഒരു ചൊവ്വാദോഷവും ഇല്ല, ഒരു ഗ്രഹവും ഇല്ല. ഈ ലോകത്തിലെ മൊത്തം മനുഷ്യർ 28 നാളുകൾ വെച്ച് വിലയിരുത്തിയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പറയാം നിങ്ങൾ ആ രാഹുകാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഭരണിയുടെ ഇച്ചിരി മുമ്പ് അങ്ങ് ജനിച്ചു പോയി എന്നൊക്കെ പറയും. ഇതൊക്കെ കള്ളത്തരങ്ങളാണ്. ഒരു ഗ്രഹങ്ങൾക്കും ഈ ഭൂമിയെ സ്വാധീനിക്കാൻ, അതായത് ചന്ദ്രനുണ്ട്, ചന്ദ്രനിൽ വെളിച്ചം വരുന്നുണ്ട്. ഇവിടുന്ന് ചന്ദ്രൻ ദൈവം എന്ന് പറയാം. ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ ഒരു കോപ്പുമില്ല, ഇവിടെ ചൊവ്വയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കോപ്പുമില്ല. ഇതൊക്കെ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ക്രമങ്ങളെല്ലാം തെറ്റാണ്. നിങ്ങൾ ഈ പൂച്ച കുറുകെ ചാടിയെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിടത്തും പോയാൽ നിങ്ങളുടെ കാല് തട്ടി വീഴും. നിങ്ങൾ അവിടെ നിന്നിട്ട് മുന്നോട്ട് പോയി നോക്ക്. മാത്രമല്ല വലതുകാല് വെച്ച് ഒരിടത്ത് കയറണം. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇടതുകാല് വെച്ച്, ഞാൻ ഇടതുകാല് വെച്ചേ കയറുള്ളൂ. മാത്രമല്ല ആരെങ്കിലും കൈനീട്ടം വലതുകൈയിൽ തന്നാൽ ഭയങ്കര ഐശ്വര്യം എന്ന് പറയും. ഞാൻ ഇടതുകൈ കൊണ്ടേ കൈനീട്ടം വാങ്ങുള്ളൂ. എനിക്കതിൻ്റെ ദോഷമൊന്നും വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളും ഈ ജ്യോത്സ്യമൊന്നും നിങ്ങൾ ജീവിതത്തിൽ വിശ്വസിക്കരുത്. നിങ്ങളുടെ പൈസ പോകാനുള്ള വഴിയാണ്. നിങ്ങൾക്ക് ദൈവമുണ്ട്, ദൈവത്തെ പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ ശരി ചെയ്യുക, ശരികൾ കിട്ടും. തെറ്റ് ചെയ്യുക, തെറ്റുകൾ കിട്ടും. അത് മാത്രമേ ഉള്ളൂ ദൈവത്തിൽ നിന്നും ഉള്ളത്. അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ശരി പ്രതീക്ഷിക്കരുത്. എത്ര പശ്ചാത്തപിച്ചാലും ഒരു തെറ്റായ വഴിക്ക് നീങ്ങുന്ന ആൾക്ക് തെറ്റ് തന്നെ വരുള്ളൂ, ശരി ചെയ്യുന്ന ആൾക്ക് ശരി തന്നെ വരുള്ളൂ. ലാസ്റ്റ് ഒരു തെറ്റായ ഒരുത്തൻ ശരിയിലേക്ക് പോകാൻ നോക്കിയാൽ അവൻ അവസാനം തെറ്റി തന്നെ എത്തും. ഒരു ശരി ചെയ്യുന്നവൻ എന്നാൽ ഞാനൊരു ക്രൂരനും ദുഷ്ടനും തെറ്റുമായേക്കാം ഞാൻ അങ്ങോട്ടെന്ന് വെച്ചാൽ അവൻ ലാസ്റ്റ് ശരി തന്നെ എത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിലൊന്നും വിശ്വസിക്കരുത്. നിങ്ങളെ പൈസ ഊമ്പിക്കാനുള്ള ഏറ്റവും വലിയ പരിപാടിയാണ്. അതാണ് ഞാനിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ സംഭവങ്ങളുടെ വേറൊരു ഇതും ക്രൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പൂജയും ചെയ്ത് അതും ചെയ്തും മറ്റേ വേറെ ഏത് മതത്തിലാണേലും ചില മതത്തിലൊന്നും ഇതൊന്നും അംഗീകരിക്കുകയില്ല. അവരങ്ങനെ ചെയ്യുന്നവരെ അവർ പുറത്താക്കും. ചില മതത്തിലത് അവരുടെ രീതിയിൽ അവരുടെ പുസ്തകം തുറന്നു വെച്ചാൽ അതിനകത്ത് പൈസ വെക്കാൻ പറയുന്ന ചില മതമേധാവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല, ചുമ്മാ പറയുന്നതാണ്. ഈ സ്വാഹശീഹ എന്നൊക്കെ പറയുന്നതൊക്കെ വെറും അവർ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചറിയാം. അതിനകത്തൊന്നും ഒരു അർത്ഥമില്ലെന്ന്. നിങ്ങൾ ദയവേത് ഈ ജ്യോത്സ്യത്തിലും ജ്യോതിഷത്തിലും ഒന്നും വിശ്വസിക്കരുത്. ജ്യോതിശാസ്ത്രമുണ്ട്, അത് വേറെയാണ് കേട്ടോ. ശരിയെന്നാൽ ഓക്കെ, നന്ദി, നമസ്കാരം.